അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കി എടുക്കാനോ ഒന്നും അല്ല. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഏവരെയും പോലെ നമ്മളും കാത്തിരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൊല്ലം സുചേട്ടൻ, നമ്മുടെ കൊല്ലം മരിച്ചുപോയ കൊല്ലം സുചേട്ടൻ, നമ്മുടെ കൊല്ലം സുചേട്ടന്റെ എന്താണ് പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞിടെ കയറി വന്ന ഒരു വിഷയമായിരുന്നു കൊല്ലം സുചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണ സുധി എന്ന് പറയുന്ന വ്യക്തി. ഈ വീണ സുധിയുടെ ഇന്റർവ്യൂ ഇപ്പൊ 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ മുഖം കാണിക്കാതെ മറഞ്ഞിരുന്നു കൊണ്ട് രേണുസുതിക്കെതിരെ അല്ലെങ്കിൽ തന്നെ വിമർശനം പറഞ്ഞ് രേണുസുതി അപമാനപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും വിമർശനം പറഞ്ഞ് അവരെ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിരുന്നു. അങ്ങനെ അവര് അവസാനം മുന്നോട്ട് വന്നേ. ഈ മുന്നോട്ട് വന്ന് ഇവർ പറയുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടേക്കുന്ന വീഡിയോയുടെ തമ്മിൽ കാണുമ്പോൾ തന്നെ അതിൽ എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഈ 2 ഭാര്യമാർ, രേണുസുതി ആയിക്കോട്ടെ വീണാസുതി ആയിക്കോട്ടെ, ഈ 2 ഭാര്യമാരും കൂടെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ആ ഒരു മനുഷ്യന് യാതൊരു ബഹുമാനവും കൊടുക്കാതെ അദ്ദേഹത്തെ ചുമ്മാ മരിച്ചു പോയിട്ട് പോലും അദ്ദേഹത്തെ വെറുതെ വിടാതെ മറ്റുള്ളവരും അദ്ദേഹം മരിച്ചു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോയ അല്ലെങ്കിൽ 4 പേർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൈയടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരും പ്രശസ്തിയും മൊത്തവും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ 2 ഭാര്യമാരും കൂടി അവരെയും കൊണ്ടാവുന്ന വിധത്തില്ല, അവരവരെയും കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്തു കൂട്ടുന്നു എന്ന് മാത്രമേ ഗൈസ് എനിക്ക് വീഡിയോ കണ്ടിട്ട് ആക്ച്വലി തോന്നുന്നത്. എന്നെ രേണുസുതി പറഞ്ഞു, ഇത് പറയുന്നു സൂചേട്ടൻ അങ്ങനെ ആയിരുന്നു, ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സൂചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, രേണു ഞാൻ ഉള്ളപ്പോ തന്നെ രേണുവിന് മെസ്സേജ് അയക്കുമായിരുന്നു. അതിലൂടെ ഒക്കെ മനസ്സിലാവുന്ന ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പാർട്ടുകൾ ഞാൻ കണ്ടു. ഞാൻ ഇന്റർവ്യൂ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ ആസ്പദമാക്കിയിട്ട് അതിനെ സംസാരിച്ചു തുടങ്ങുന്നത്. എന്റെ പോർഷൻ ഞാൻ എന്തെങ്കിലും വീഡിയോ വെക്കാം. അതിൽ പറഞ്ഞ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ കറവാരി അല്ലെങ്കിൽ കറവാരി തേക്കുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. അതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ പല പാർട്ടുകൾ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. പുള്ളിയുടെ ഫുൾ കാര്യം, സുചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ്. ഞാൻ ഇരിക്കുമ്പോ തന്നെ സൂചേട്ടൻ ലൈഫിലേക്ക് വന്ന ഒരാളാണ് രേണുസുതി എന്ന് പറയുന്നത്. അവരുടെ മനസ്സിന്റെ മാനസികാവസ്ഥ ഏത് നിലയിലായിക്കോട്ടെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു ആയിരുന്നു എന്ന് പറഞ്ഞു ഇവരുടെ ഇന്റർവ്യൂ, ഈ ഒരു ഇന്റർവ്യൂവിനൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വന്ന് ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, മുഖം കാണിക്കാതെ ഇവർ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ കൊല്ലസുതി എന്ന ഭാര്യ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ആയിരുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, അവരിൽ നിന്ന് യാതൊരു പ്രസക്തി എനിക്ക് വേണ്ട, ഒരു രീതിയിലുള്ള അംഗീകാരവും എനിക്ക് വേണ്ട, എന്നിരുന്നാലും എന്നെ പലയിടത്തും അപമാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇവർ വന്ന് പറഞ്ഞിരുന്നത്. സത്യം അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ മാധ്യമത്തിന് മുമ്പിൽ വന്ന് ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞതിൽ യാതൊരു പ്രസക്തിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പറഞ്ഞു തീർക്കണമായിരുന്നു. മരിച്ചു പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നീ നിന്റെ കാര്യം നോക്ക്, നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കി എടുക്കാനോ ഒന്നും അല്ല. സുചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു, ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ഫാമിലിയായിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു, സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് പറയായിരുന്നു. അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കത്തില്ല. കൊടുക്കരുത് എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. കാരണം പറഞ്ഞത്, ഒരാളുടെ ജീവിതത്തിൽ നിന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അന്നേരം മുൻപുണ്ടായിരുന്ന ഒരു ബന്ധം അദ്ദേഹം ജീവിച്ചിരിക്കാത്ത പക്ഷത്തോളം അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെ അദ്ദേഹത്തെ മരിച്ചുപോയൊരു വ്യക്തിയെ വീണ്ടും ഇങ്ങനെ ഇവർ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി വെച്ച സൽപ്പേരും കാര്യങ്ങളും ഒക്കെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ്. അതായത് അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ രേണുവിന് മെസ്സേജ് അയക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ. ഇവർ പറഞ്ഞ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വസ്തു വിറ്റാണ് ഡ്രസ്സ് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഞാനാണ് സഹായിച്ചത്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തെ കളങ്കപ്പെടുന്ന രീതിയിൽ ജീവിച്ചിരുന്ന സമയത്ത് പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്തും അദ്ദേഹത്തെ യാതൊരു ബന്ധവും ഇപ്പം മുന്നോട്ട് വെക്കാത്ത സമയത്തും വന്നിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിനോട് യാതൊരു വേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പക്ഷെ പല ആൾക്കാരും ഒരുപാട് പേര് അദ്ദേഹത്തെ ആരാധിക്കുന്നവരായാലും ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് പറയുന്നതിൽ ഭേദം ഇങ്ങനെ പുറത്തോട്ട് വന്ന് സംസാരിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും പുറത്തോട്ട് വന്നതിൽ കാര്യമായി. പക്ഷെ എന്നിരുന്നാലും പറയുന്ന പല കാര്യങ്ങൾ അദ്ദേഹത്തെ കളങ്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലായിരുന്നു. മറുനാടനിൽ 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. മറുനാടൻ ചാനൽ നിങ്ങൾ കണ്ടിന്യൂല് കാണുന്നവരാണെങ്കിൽ അറിയാം.
അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു, മാപ്പാക്കണം ഇനിയൊന്നിനുമില്ല രേണുസുതി ഫിറോസിനും മറുനാടനോടും ചെയ്തത്. ഈ ഒരു കാര്യം ഈ ഒരു വാർത്ത മുന്നോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ്, രേണുസുതിയെ വീടിനും മറ്റു കാര്യങ്ങൾക്കും അവരെ സഹായിച്ച ഒരുപാട് പേരിൽ നമ്മുടെ മറുനാടനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മറുനാടനോട് അവര് കാണിച്ച ചില കാര്യങ്ങളിൽ മറുനാടൻ പ്രതികരിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആക്ച്വലി ഇത്. ഈ വീഡിയോ വന്നതിന് ശേഷം രേണു സ്വന്തം യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറുനാടൻ എന്താണ് 40,000 45,000 രൂപയോളം അവരെ സഹായിച്ചു, അതിന്റെ പേരിൽ വന്ന് അവരെ കരിവാരി തേക്കുന്നു, എന്താണ് അദ്ദേഹം ഒരു മതിലാണ് കെട്ടിക്കൊടുത്തത്, ആ മതില് കെട്ടിക്കൊടുത്തത് ആ വിണ്ട് കീറി വിള്ളലായിട്ട് വന്നിരിക്കുന്നു, വീഴാറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവര് സഹായിച്ചവരെ മുഴുവൻ അല്ലെ, ഒരു സത്യം പറഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാൻ പോലും തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെ പോലും മനസ്സ് മാറ്റുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആക്ച്വലി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. സഹായിച്ചവര് മുഴുവൻ അവരെ അവരുടെ ബിഷപ്പാണെന്ന് പറഞ്ഞാലും, സ്ഥലം കൊടുത്ത ബിഷപ്പ് അച്ഛനാണെന്ന് പറഞ്ഞാലും, എന്താണ് വീട് വെച്ചു കൊടുത്ത ഫിറോസ് അദ്ദേഹമാണെന്ന് പറഞ്ഞാലും, ഇപ്പൊ മറുനാടനും കൂടെ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു അവരെ മുഴുവൻ കറിവാരി തേച്ച് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിൽ അവസാനം ആ വീഡിയോയും മുക്കിക്കളഞ്ഞു. ആക്ച്വലി ഞാൻ ആ വീഡിയോ പറയാൻ റിയാക്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേനും ആക്ച്വലി ആ വീഡിയോ ഇതിനു മുമ്പ് പല ആൾക്കാരും അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുള്ളവർക്കറിയാം പല ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ ആ സാധനം കണ്ട് ഓടുന്നുണ്ടേ. സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ പറയുന്നത് 100% സത്യമാണ്, അതിനോട് നീതി പുലർത്തുന്നു എന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ വീഡിയോ മുക്കേണ്ടി വരില്ല. ഒരു പേര് പോലും ഞങ്ങൾ ആരും പറയാൻ സാധ്യതയില്ല. ഇപ്പം ഈ സാധനമൊക്കെ അറിയാമെന്ന് പറയും, യൂട്യൂബർ വന്ന് 45,000 മുടക്കിയിട്ടുണ്ടെന്ന് അയാളപ്പം ലോകം മൊത്തം അറിഞ്ഞല്ലോ. പുള്ളിക്കപ്പം ഇവിടെ ഞങ്ങളെ ചീത്ത വിളിക്കാം. ഇത് രേണുസുധീൻ അച്ഛൻ പറയുന്ന കാര്യമാണിത്. അവരെ സഹായിച്ച മുഴുവൻ ആൾക്കാരും കൂടെ അവരെ ചീത്ത വിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 45,000 രൂപയും തന്നിട്ട് അദ്ദേഹം അവരുടെ പുറകെ നടന്നവരെ ചീത്ത വിളിക്കുന്നു. ആ ഒരു കാര്യം മൊത്തം അവർ വിറ്റ് കാശാക്കിയിരുന്നു, പല വാർത്തകളിലൂടെ വിറ്റ് കാശാക്കിയിരുന്നു. ഇപ്പൊ വന്ന് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു. ഓക്കെ, എന്നിരുന്നാലും ഒരു നേരം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ തകർന്നു പോകുന്നൊരു നിമിഷം വന്ന് കൈപിടിക്കുന്നവരെ പിന്നീട് നമ്മൾ എന്തെങ്കിലും ആയി കഴിയുമ്പം അല്ലെ, പിന്നീട് നമ്മൾ നിവർന്നു നിൽക്കുന്ന സമയത്ത് അവരെ ഊക്കുന്ന രീതിയിലുള്ള ഈ ഒരു വർത്തമാനത്തിനോട് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് ഒരു രീതിയിൽ യോജിക്കാനേ പറ്റുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആക്ച്വലി ഈ വീഡിയോയും മുക്കിക്കളഞ്ഞു. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ശരി ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയുന്നതിനോട് എന്തെങ്കിലും ഒരു ശരി അവർക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ, മനസാക്ഷിയുടെ മുമ്പ് തോന്നുന്നെങ്കിൽ വേണു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇതിലൂടെ ആരെങ്കിലും ആ സഹായിച്ച മുഴുവൻ ആൾക്കാരും കൂടെ, അല്ലെങ്കിൽ ആ അച്ഛനാണെന്ന് പറഞ്ഞാലും, ആ ഫിറോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണെന്നും മറുനാടനാണെന്ന് പറഞ്ഞാലും, എല്ലാവരും തൊഴിലുകളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ ഞങ്ങൾ ആരെ അറിഞ്ഞുകൊണ്ട് സഹായിക്കത്തില്ലേ എന്നാ പറഞ്ഞത്. അതോടെ അവർ മടുത്തുപോയി. എനിക്ക് ഇത്രയാൾ പറയാനായിട്ടു. നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.